പ്രധാനമായ സ്ഥലങ്ങളിൽ ആണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം, 1 കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം, അവിടെയാണ് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായത്. വലിയ നാശനഷ്ടങ്ങളുണ്ടോ? മാത്രമല്ല ഇറാൻ തിരിച്ചടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അത് ഏത് സാഹചര്യത്തിലേക്കായിരിക്കും? ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ടോം, ഇറാൻ തിരിച്ചടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കപ്പുറത്ത് ഇറാൻ തിരിച്ചടിക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന്. ആ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന തരത്തിലല്ല എങ്കിൽ ആക്രമണം അറിയിച്ചു തന്നെ. നമുക്കറിയാമല്ലോ, യുദ്ധം എന്നത് പലപ്പോഴും ഇത്തരത്തിലാണ്. അതായത് കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നു, ആക്രമിക്കുമെന്ന അറിയിപ്പ് നൽകുന്നു. അങ്ങനെയുള്ള സൂചനകൾ ഒക്കെ പുറത്തുവിട്ടതിന് ശേഷം തന്നെയാണ് അങ്ങനെ ഒരു യുദ്ധത്തിലേക്കാണ് കടക്കുന്നത്. പക്ഷേ ആ യുദ്ധം എത്രത്തോളം നീണ്ടുപോകും, അതിന്റെ വ്യാപ്തി എത്രത്തോളം എന്നത് ഇനി ഇറാന്റെ തിരിച്ചടിയെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. അവിടെ എടുത്തു പറയേണ്ടത്, ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യാക്രമണം ആരംഭിച്ചു എന്ന് വളരെ കൃത്യമായി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ പൗരന്മാരോട് അടക്കം ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും തന്ത്രപ്രധാനമായ ടെൽ അവീവിലെ ബങ്കറുകളിലേക്ക് ഇപ്പോൾ ആളുകൾ, അതായത് സുരക്ഷിതമായ ഭൂഗർഭ അറകളിലേക്ക് ആളുകൾ മാറുകയാണ്. അത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നു. അതായത് വളരെ കൃത്യമായി ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ, അങ്ങനെയാണ് ഇസ്രായേൽ പറയുന്നത്, ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചുള്ള ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിലേക്ക് ഇസ്രായേൽ കടന്നു എന്ന് പറയുമ്പോഴാണ് വളരെ കൃത്യമായി ഇറാൻ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇസ്രായേലിന് മാത്രം ആകണമെന്നില്ല ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക താവളങ്ങൾ ഗൾഫ് മേഖലകളിൽ അടക്കമുണ്ട്. ഒരു പക്ഷേ അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടായേക്കാം എന്നതാണ് എടുത്തു പറയേണ്ടത്. അടുത്ത ദിവസം ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു ചർച്ച മുന്നിൽ നിൽക്കവേ ആണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത്. അതൊരു സന്ദേശം നൽകൽ ആണോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം കഴിഞ്ഞ ചർച്ചയിൽ ഒമാൻ നൽകുന്ന, അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിക്കുന്നത് ഒമാനാണ്. ആ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് താൻ സന്തുഷ്ടനല്ല എന്ന്. പക്ഷേ ഒമാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അമേരിക്കയുടെ പല ആവശ്യങ്ങളോടും അനുയോജ്യമാകുന്ന തരത്തിലുള്ള നിലപാട് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇനി ഈ യുറേനിയം അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകില്ല എന്ന് ഇറാൻ തത്വത്തിൽ സമ്മതിച്ചുവെന്നും നിലവിലെ യുറേനിയം സമ്പുഷ്ടീകരണം മറ്റ് ഊർജ്ജ ആവശ്യങ്ങൾക്ക്, ഈ ഇറാന്റെ കൈവശമുള്ള യുറേനിയം മാറ്റണം എന്ന ഒരു ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അത് മാറ്റുകയല്ല, അതിനു പകരം യുറേനിയം മറ്റു ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന ധാരണയിലേക്കും എത്തിയിട്ടുണ്ട് എന്നും അങ്ങനെ ഒരു യുദ്ധ സാധ്യത ഒഴിവാകുന്നു എന്നുമായിരുന്നു ഒമാൻ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ ആക്രമണം എന്നത് ഒരു തുടരാക്രമണത്തിന്റെ തുടർച്ചയാണോ എന്നതിൽ വ്യക്തതയില്ല. തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ആക്രമണം തന്ത്രപ്രധാനമായ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് അടക്കമാണ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായും ഒരു യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇനി ഇത് ലോകരാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഫലനം, ഒരുപക്ഷെ കേരളത്തിൽ പോലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകാം. ഇന്നിപ്പോൾ സ്വർണത്തിന്റെ വില നമുക്കറിയാം. വരും മണിക്കൂറുകളിൽ കേരളത്തിൽ സ്വർണത്തിന്റെ വില പോലും കുതിച്ചുയരുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ ലോകത്തെ മുഴുവൻ ബാധിക്കാൻ പോകുന്ന ഒരു യുദ്ധത്തിനാണോ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നതാണ് അറിയേണ്ടത്. ഒപ്പം ഇപ്പോൾ തന്നെ ഈ ഇന്ധനത്തിന്റെ, എണ്ണയുടെ വിലയിൽ കാര്യമായ വർധനവുണ്ടായിരിക്കുന്നു. ഇന്ത്യൻ വിപണി വലിയ തകർച്ചയോടുകൂടിയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുന്നത്. അതാണ് ലോകം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ യുദ്ധ വിമാനങ്ങൾ, യുദ്ധ കപ്പലുകൾ എല്ലാം നങ്കൂരമിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ചരക്ക് ഗതാഗതത്തെ അടക്കം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പല സമുദ്ര മേഖലകളിൽ നിന്നും ചരക്ക് കപ്പലുകൾക്ക് പിന്മാറേണ്ടതായി വരും. നിലവിൽ നിലയുറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ യാത്ര തുടരുന്ന പല ചരക്ക് കപ്പലുകളും ഇപ്പോഴത്തെ ആ സമുദ്രാതിർത്തിയിൽ നിലയുറപ്പിക്കേണ്ടതായി വരും. പിന്നീടുള്ള മൂവ്മെന്റ് നടക്കാതെ വരും. അങ്ങനെ ഏറ്റവും ബാധിക്കാൻ പോകുന്നത് പെട്രോളിനെ ആയിരിക്കും. പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയായിരിക്കും. അങ്ങനെ എണ്ണവില കുതിച്ചുയരുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതോടൊപ്പം സ്വർണ്ണ വിപണിയെ അടക്കം ഈ യുദ്ധം നേരിട്ട് തന്നെ ബാധിക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ലോകരാഷ്ട്രങ്ങളെ ഒന്നാകെ പലതരത്തിൽ ബാധിക്കുന്ന ഒന്നായി ഈ യുദ്ധം തുടർന്നാൽ വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക. ഒരുപക്ഷെ കേരളത്തിലിരിക്കുന്ന നമുക്ക്
നമുക്ക് തോന്നാം അത് രണ്ട് രാജ്യങ്ങൾ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടത്തിയാൽ എന്ത് എന്ന്. മാത്രവുമല്ല നമുക്കറിയാം ഇസ്രായേലിൽ നമ്മുടെ നിരവധിയായ സഹോദരങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇടം ആണ്. അതിൽ ഏറെയും ഇന്ത്യക്കാരിലേറെയും മലയാളികളാണ് എന്ന് നമുക്കറിയാം. ഗാസയും ഇസ്രായേലും തമ്മിൽ അല്ലെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായ സമയത്ത് പോലും അവരൊന്നും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചു വന്ന സാഹചര്യമില്ല. പക്ഷേ ഇറാനെ പോലെ ഉള്ള ഒരു രാജ്യം തിരിച്ച് ആക്രമണത്തിന് മുതിർന്നാൽ അത് ഹമാസിന്റെ ആക്രമണ സ്വഭാവം ആകണമെന്നില്ല. ഏത് തരത്തിലുമുള്ള യുദ്ധമുറകൾ അവർ പ്രയോഗിക്കാം. എത്ര ഉഗ്രശേഷിയുള്ള ആയുധങ്ങളും അവർ പ്രയോഗിക്കാം. അങ്ങനെയൊക്കെയുള്ള വലിയ അപകട സാധ്യതകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മാത്രവുമല്ല ലോകരാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും കാനഡയും ഇറാനിൽ നിന്ന് പൗരന്മാരോട് എത്രയും പെട്ടെന്ന് തിരികെ പോരണം എന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. അതിനു പുറമെ ആയിരുന്നു ബ്രിട്ടനും ഫ്രാൻസും തങ്ങളുടെ പൗരന്മാരോട് തിരികെ പോരണം എന്ന് ആവശ്യപ്പെട്ടത്. നയതന്ത്ര പ്രതിനിധികളെ അടക്കം ഇറാനിൽ നിന്ന് പിൻവലിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഇനി ഇടപെടലുകൾ എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. പ്രത്യേകിച്ച് ഒമാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഏറെ നിർണായകമാകും. ഇപ്പോഴും അമേരിക്കയെയും അതോടൊപ്പം തന്നെ ഇറാനെയും ഒരു ടേബിളിന്റെ ഇരുവശങ്ങളിലുമായി ഇരുത്താൻ സാധിക്കുന്നത് ഒമാന്റെ ഇടപെടലിലൂടെയാണ്. പക്ഷേ അത് പരാജയപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും യുദ്ധം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒമാന്റെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ ദിവസം ജനീവയിൽ ചർച്ച നടക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു മധ്യസ്ഥ ചർച്ച നടക്കുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ പ്രതികരണം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ സംയുക്ത ആക്രമണത്തിലേക്ക് നീങ്ങുന്നു. ഇനി വീണ്ടും ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? സ്വാഭാവികമായും അത് വിയന്നയിൽ ואולי גם מחירים כבדים. אבל אני יודע, אלו כוחות מופלאים טמונים בעם שלנו. അതിനു മുൻപ് אלו כוחות מופלאים ബെഞ്ചമിൻ טמונים നെതന്യാഹുവിന്റെ בכם. പ്രതികരണം പുറത്തു വരുന്നുണ്ട്. അതിലേക്ക് מאז שהחלה מלחמת התקומה עמדנו יחד, וגם היום נעמוד יחד, בגבורה, באחוות אחים, בערבות הדדית. אני מבקש מכולכם, שמרו בקפדנות על הוראות פיקוד העורף, כי אתם כבר יודעים, ההוראות האלה מצילות חיים. צפויים לנו ימים מאתגרים. כל פעולה צבאית כרוכה בסיכון. אבל הסיכון לא לפעול. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. യുദ്ധത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം പുറത്തു വന്നിരുന്നു. അതിനെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നു ട്രംപ് നൽകിയത്. ഇറാൻ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.